ഏറ്റവും അധികം നമ്മൾ കറികളിൽ ഉപയോഗിക്കുന്നത് ഒന്നാണ് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും. ഇത് ഏറ്റവും അധികം വിഷടിച്ച് വരുന്നതും കടകളിൽ നിന്നൊക്കെ ഏറ്റവും അധികം വിഷടിച്ച് വരുന്നതാണ്. അതായത് നമ്മുടെ തമിഴ്നാട് അവിടെ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഈ കറിവേപ്പ് വരുന്നത്. അപ്പോൾ അവർ ഒരുപാട് വിഷങ്ങളും ഇതൊക്കെ തളിച്ചിട്ട് വരുമ്പോൾ നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യും. നമുക്കാണെങ്കിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നുമാണ്. പക്ഷെ നമ്മളെ പലരും ഇതുപോലെ തന്നെ കറികളിൽ ഉപയോഗിക്കുമെങ്കിലും ഇത് കറിവേപ്പ് ഇല കാണുമ്പോൾ നമ്മൾ അതൊന്ന് എടുത്ത് കളയും. ഏറ്റവും ദോഷമായ സംഗതിയാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം നമ്മൾ എന്തിനാണ് ഇത് ഭക്ഷണത്തിൽ ചേർക്കുന്നത്? ഒരു മണത്തിന് മാത്രമല്ലല്ലോ നമ്മളിത് ചേർക്കുന്നത്. അപ്പം അത് കഴിക്കുന്നതിൽ കൂടെ കുറേ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിനുണ്ട്. ആദ്യമായിട്ട് എല്ലാ കൂട്ടുകാർക്കും ദീപാവലി ശിശുദിനാശംസകൾ. പിന്നെ അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും വീടുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പ്. അപ്പോൾ കറിവേപ്പിനെ കുറിച്ചിട്ടുള്ള എങ്ങനെയാണ് അതിൻ്റെ പരിചരണം, അതിൻ്റെ വളങ്ങൾ, അതുപോലെ തന്നെ അത് കഴിച്ചാലുള്ള ഗുണങ്ങൾ, അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾക്കും ഒക്കെ പ്രതിവിധിയാണ് നമ്മുടെ കറിവേപ്പ്. അപ്പോൾ കറിവേപ്പ് എങ്ങനെ നട്ടുപിടിപ്പിക്കാം, അതിൻ്റെ ഗുണങ്ങൾ എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ എത്തിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കറിവേപ്പ്. കണ്ടില്ലേ, ഇപ്പോൾ എന്നോളം പൊക്കം വെച്ചിട്ടുണ്ട് ഈ കറിവേപ്പ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ നട്ട് വളർത്തി? ഇത് നമ്മുടെ ടെറസിലാണ് കേട്ടോ ഈ കറിവേപ്പ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് സാധാ ഒരു ക്യാനിലോ അങ്ങനെ അതിലൊന്നല്ല വെച്ചേക്കുന്നത്, സാധാ ഒരു ഗ്രോ ബാഗിൽ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ സ്ഥലം ഒരുപാട് വീട്ടിലുള്ളവർക്ക് പുറത്ത് ആയാലും നമുക്ക് വെളുപ്പിലൊക്കെ വെച്ച് പിടിപ്പിക്കാം. വെളുപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ടെറസിൽ വെച്ച് പിടിപ്പിച്ചേക്കാണ്. കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്ക് നന്നായിട്ട് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണല്ലോ. അപ്പോൾ നമുക്ക് ടെറസിൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ച് പിടിപ്പിച്ചത്. ഇത് വലിയ ക്യാനിലോ അങ്ങനെയൊന്നും അല്ല വെച്ച് പിടിച്ചേക്കുന്നത്. വെറും ഒരു ഗ്രോ ബാഗ് എടുത്തിട്ട് അതിലാണ് ഞാനിത് വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ചെറിയ തൈയായിരുന്നു. ഇപ്പോൾ കണ്ടു, ഇതിപ്പോൾ എന്നോളം പൊക്കമായിട്ടുണ്ട്. പിന്നെ ഞാനിത് ചെയ്യുന്ന ഇത് ഇത്രയും നല്ല ഗ്രോത്തോട് കൂടിയിട്ടാണ് ഇത് വളർന്നിരിക്കുന്നത്. അപ്പോൾ പലരും പറയാറുണ്ട് ചില ഇലകളൊക്കെ മുരടിച്ച് പോകണു, അതുപോലെ തന്നെ വളർച്ച കുറവ് എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾക്ക് കുറേ വളങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചിട്ടോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഈ ജൈവവളങ്ങൾ, നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റുകൾ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം വെച്ചിട്ട് നോക്കി വളർത്തിയതാണ് ഞാനിപ്പോൾ. ഇത് കണ്ടു, ഇത്രയും ഹൈറ്റ്, ഒരു ചെറിയ തൈയായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഹൈറ്റ് ആവണമെങ്കിൽ കണ്ടു നല്ലതുപോലെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ഏറ്റവും നന്നായിട്ട് വളരുക എന്ന് പറയുമ്പോൾ കുരു പാകിയിട്ട് മുളപ്പിച്ചിട്ടുള്ള തൈകളാണ് ഏറ്റവും നന്നായിട്ട് വളരുക. അല്ലെങ്കിൽ പിന്നെ നമ്മളിതുപോലെ തന്നെ തൈകളായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് ഞാൻ ഒരു തൈ മേടിച്ചിട്ട്, ഇതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ഇതുപോലെ ഒരു വൈഗ എന്ന് പറഞ്ഞ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിന് ഒരു തൈ മേടിച്ചിട്ട് മുളപ്പിക്കല്ല, തൈ പാകിയിട്ട് തൈ വെച്ചിട്ട് ഗ്രോ ബാഗിൽ പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് താഴെയും വെച്ചിട്ടുണ്ട്. പക്ഷേ താഴെ അധികം വെയിൽ കുറവായതുകൊണ്ട് അത്ര വളർന്നിട്ടില്ല. പക്ഷേ ഇവിടെ നന്നായിട്ട് വളർന്നു. അപ്പോൾ ഞാൻ പല സ്ഥലത്ത് കറിവേപ്പ് വെച്ച് പിടിപ്പിക്കും. കാരണം നമുക്ക് എപ്പോഴും വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു വസ്തുവാണ് കറിവേപ്പ്. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണിത്. ഞാനിതിൽ നടുമ്പോൾ, ഇതായാലും തൈ നടുമ്പോൾ എന്തൊക്കെയാണ് ഗ്രോ ബാഗിൽ നിറച്ചിരിക്കുന്നതെന്നുള്ള ആദ്യം പറയും. നമ്മളെല്ലാ തൈകളും വെക്കുന്ന പോലെ തന്നെ നമ്മൾ മണ്ണ്, ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ആട്ടിൻ കാഷ്ടം ഇടാം. അതുപോലെ തന്നെ കോഴിവളം ഇടാം കേട്ടോ. കോഴിവളം എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയത് മാത്രമേ ഇടാൻ പാടുള്ളൂ. അതുപോലെ കുറേ ഇടാനും പാടില്ല. അപ്പോൾ നല്ല ചൂടാണ് കോഴിവളം. അപ്പോൾ ഒരു പിടിയെ നമുക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ചാണകപ്പൊടി നമുക്ക് ഇടാം. മണ്ണ്, ചാണകപ്പൊടി, അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക്. അപ്പോൾ മണ്ണിൽ നിന്നുള്ള കീടങ്ങളെയൊക്കെ മാറ്റാനുള്ള വേപ്പും പിണ്ണാക്ക് നല്ലത്, അതൊരു പിടി ചേർക്കാം കേട്ടോ. അതുപോലെ എല്ലുപൊടി, ഇതൊക്കെ ഞാൻ ചേർത്തിട്ടാണ് നമ്മൾ തൈകൾ വെച്ചേക്കുന്നത്. അത് തൈകൾ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ, ഈ ഗ്രോ ബാഗ് ഒരു 2-3 ദിവസം ഈ വളങ്ങളൊക്കെ ചേർത്തിട്ട് നനച്ചിടണം. എന്നിട്ടാണ് തൈകൾ വെച്ചിരുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ തൈകൾ വെക്കുമ്പോൾ അത് താങ്ങാനുള്ള ശക്തി തൈന് ചിലപ്പോൾ ഉണ്ടാവില്ല. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വാടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. തൈയെ പറഞ്ഞ പോലെ തന്നെ തൈകൾ വെച്ചിട്ട് കുറച്ച് ദിവസം നമ്മൾ തണൽ കൊടുക്കണം. അങ്ങനെയാണ് തൈകൾ വെച്ചത്. തൈകൾ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഞാൻ 2 നേരം വെള്ളമൊക്കെ ഒഴിച്ചു. അങ്ങനെയാണ് ഈ തൈ ഇത്രയും വലുതായത് കേട്ടോ. പിന്നെ ഞാൻ അതിൽ ഇടയ്ക്ക് കൊടുക്കുന്ന വളങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാന വളം എന്ന് പറയണത് കണ്ടു, കഞ്ഞിവെള്ളമാണ്. ഇത് കഞ്ഞിവെള്ളം നമ്മൾ ഒരു 3-4 ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഈ കഞ്ഞിവെള്ളം പുളിക്കുമല്ലോ. അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളമാണ് നമുക്ക് ഇതിന് ആവശ്യം. അപ്പോൾ കഞ്ഞിവെള്ളം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന പ്രധാന വളങ്ങളെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ എടുക്കാൻ പാടില്ല. ഇപ്പോൾ 2-3 ദിവസത്തെ കഞ്ഞിവെള്ളം ആകുമ്പോൾ നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തന്നെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ മണ്ണൊക്കെ നന്നായിട്ട് കട്ട പിടിക്കും. അപ്പോൾ അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതിൽ വെള്ളം ചേർത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണത്. ഞാനൊരു പിടി നമ്മുടെ ചാരവും കൂടിയിട്ട് ഇതിലിടാൻ പോവുകയാണ്. കണ്ടോ, നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിൽ കടക്കിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്.
അതുപോലെ തന്നെ കണ്ടു ഞാൻ ഇതുപോലെ തന്നെ പുളിച്ച കഞ്ഞിവെള്ളം ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൈകളുടെ കടക്കിൽ ഒഴിച്ച് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മളിതൊന്ന് വെറുതെ ഇതിന് മുകളിൽ കൂടിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ, കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും നല്ലതാണിത്. അപ്പോൾ അത് കഞ്ഞിവെള്ളവും അപ്പോൾ ചാരും ഏറ്റവും പ്രധാന വളമാണ്. അപ്പോൾ ഞാനത് അങ്ങനെ ഇതുപോലെ കടക്കിൽ ഒഴിച്ചെടുക്കുന്ന കൂടി ഞാനിത് സ്പ്രേ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അങ്ങനെ വലിയ പ്രാണികളൊന്നും വരില്ല. പ്രാണികൾ വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഇല തിന്നുന്ന വല്ല പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സാധാരണ കാണാറ്. ചില സമയത്ത് ഇതുപോലെ തന്നെ ഇലകൾ ചില സ്ഥലത്ത് ഉണ്ടാവില്ല. അപ്പം കുറച്ച് കഴിഞ്ഞാൽ അത് പൊടിച്ചു വരും. ചില സമയങ്ങളുണ്ട് നന്നായിട്ട് വളരണ സമയങ്ങൾ. അപ്പോൾ ആ സമയത്ത് നമ്മളേക്കും നല്ല മഴയൊക്കെ കിട്ടണോട് ഈ പറഞ്ഞ നല്ല പൊടിച്ചു വരും കേട്ടോ. അപ്പോൾ ഇല തിന്നുന്ന ഒരു പുഴുക്കൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം വേണമെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അല്ലാതെ വേറെ വളങ്ങളൊന്നും നമ്മൾ ഇതിന് സ്പ്രേ ചെയ്യരുത്. കാരണം ഈ ഇലകളൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് വേപ്പെണ്ണയോ അങ്ങനെയൊന്നും ചെയ്യണ്ട. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ഈ കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിൽ ഇത്തിരി നമുക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കീടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ ഏറ്റവും ബെസ്റ്റാണ്. കണ്ടോ, ഇത് ഞങ്ങളുടെ വളപ്പിൽ നിൽക്കുന്ന കറിവേപ്പാണ്. ഇത് മുകളിലത്തെ അത്ര ഇങ്ങോട്ട് ഉഷാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തണൽ കൂടുതലാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് വാഴയുടെയും തെങ്ങിൻ്റെയും ഒക്കെ താഴെയാണ്. അപ്പോൾ നല്ല നല്ല വെയിൽ എവിടെയാണോ കിട്ടുന്നത് അവിടെ വെക്കുകയും നല്ലത്. അപ്പോൾ നല്ലോണം വളരും കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മളുടെ കറി ആവശ്യങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്നാണ് പൊട്ടിക്കാറ്. അപ്പോൾ മുകളിലത്തെ ഞാൻ കാണിച്ചു തന്നതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഒരില പോലും ഇതുവരെ നുള്ളിയിട്ടില്ല. അപ്പോൾ അത് നല്ല ഗ്രോത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേയേറെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മളുടെ ഒരു ഹൈറ്റ് എത്തുന്നത് വരെ തന്നെ ഇലകൾ അധികം നുള്ളരുത് എന്നുള്ളതാണ്. അതായത് ഇലകൾ പറിക്കുന്നതിനും കുറേ ഐഡിയകളുണ്ട്. അല്ലാണ്ട് നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇലകൾ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് അതാക്കി കഴിഞ്ഞാൽ അത് വളരില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ ഇലകൾ പറിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ പറിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വലിച്ചൂരും. ഇങ്ങനെ ഇലകൾ ഇങ്ങനെ വലിച്ചൂരുക. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യം തെറ്റാണ്. ഇങ്ങനെയല്ല കറിവേപ്പിൻ്റെ ഇലകൾ പറിക്കുക. അപ്പോൾ ഇലകൾ പറിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അതായത് ഇപ്പം നമ്മുടെ തണ്ടുകൾ നിൽക്കുന്നുണ്ടല്ലോ, തണ്ടുകൾ നമ്മൾ ഒരു സിസർ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്രിക വെച്ചിട്ടോ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുക. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഒടിക്കരുത്. ഞാൻ അപ്പോൾ അത് ഒടിക്കരുത്. ഒടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ തണ്ടിൻ്റെ അംശങ്ങൾ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ നീളനെ അങ്ങോട്ട് ഇതായിട്ട് പോവും. നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടൂല, ഇത് വളരൂല. അപ്പം അങ്ങനെയാണ് ഇത് പറിച്ചെടുക്കേണ്ടത്. അതായത് ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ചെനപ്പുകൾ ഇതിന്ന് പൊട്ടിമുളച്ച് വരും. അപ്പോൾ നമ്മളെപ്പോഴും കത്തി എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യാണ് വേണ്ടത്. നല്ല കാറ്റുണ്ട് കേട്ടോ, ഇവിടെ നല്ല കാറ്റ് തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃശ്ചിക മാസം തുടങ്ങാറായ പോലെയായി. മഴ പെയ്തൂല്ല. പോട്ടെ. അപ്പോൾ അങ്ങനെയാണ് സാധാരണ രീതിയിൽ കട്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഇങ്ങനെ വലിച്ചൂരി എടുക്കാനും പാടില്ല. ഇവിടുന്ന് ഇങ്ങനെ തണ്ടിങ്ങനെ പൊട്ടിച്ച് എടുക്കാനും പാടില്ല. ഒരു നന്നായിട്ട് വളരാൻ പിന്നെ പ്രധാന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഹൈറ്റ് എത്തുന്നത് വരെ, അതായത് നമ്മുടെ ഹൈറ്റ് എത്തുന്നത് വരെ ആ വേപ്പിൽ നിന്ന് ഇലകളൊന്നും നുള്ളാൻ പാടില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ വന്ന ഇലകളൊക്കെ നുള്ളിക്കഴിഞ്ഞാൽ അത് ഗ്രോത്തോടു കൂടി വളരില്ല. നമ്മൾ പെട്ടെന്ന് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് പോവും ചെയ്യും. നമ്മുടെ ആവശ്യത്തിനുള്ളത് പോയി കുറേ കഴിഞ്ഞ് നമ്മുടെ വന്ന് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ നിൽക്കുന്നുണ്ടാവും. അവിടുന്ന് പുതിയ ചെനപ്പുകൾ വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കത്തി വെച്ചിട്ടൊക്കെ മുറിക്കണമെന്ന് പറയുന്നത്. പിന്നെ പ്രധാന വളങ്ങൾ, അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ചാരും പറഞ്ഞു. പിന്നെ പ്രധാന വളങ്ങളെന്ന് പറയുന്നത് ഞാൻ ഒഴിക്കാറുള്ളത് മീൻ കഴുകിയ വെള്ളം ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഇറച്ചി മീനൊക്കെ കഴുകിയ വെള്ളം ഏറ്റവും നല്ലതായിട്ട്. അപ്പോൾ ഞാനത് അതിൻ്റെ കടക്കിൽ കൊണ്ടുപോയി ഒഴിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിത്തൊലി, സവാളത്തൊലി, അതിൻ്റെ അങ്ങനെയുള്ള അതൊക്കെ ഞാൻ അതിൻ്റെ കടക്കിൽ ഇട്ട് കൊടുക്കും. ഏറ്റവും നന്നായിട്ട് കറിവേപ്പ് വളരുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുരു മുളപ്പിച്ചിട്ടുള്ള തൈകളാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നാരായ വേരുള്ള തൈകൾ വേണം നമുക്ക് നടാനായിട്ട്. അല്ലാതെ നമ്മളൊരു തൈ എടുത്തു അതിന് നാരായ വേരില്ലെങ്കിൽ നന്നായിട്ട് വളരില്ല. ആ വളർച്ച അവിടെ തന്നെ അവസാനിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ്റെ ഈ കുരു നമുക്ക് അതുപോലെ തന്നെ കായായിട്ട് വേപ്പിൻ്റെ കുരു നമുക്ക് പാകി മുളപ്പിക്കണമെങ്കിൽ വലിയ മരമാവണം. വലിയ മരത്തിന് പിന്നെ മുകളിൽ മാത്രമേ ഈ കുരു കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പല ടൈപ്പിലുള്ള വേപ്പുകൾ എൻ്റെ തൈയൊക്കെ മേടിക്കാൻ കിട്ടും. അതുപോലെ സുഹാസിനി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് വേപ്പ് ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് കുരുകൾ വരുന്നതാണ്. അപ്പോൾ ഈ കുരുകളൊക്കെ പാകി മുളപ്പിച്ചിട്ട് നമുക്ക് നല്ല തൈയായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ വേപ്പിനെ പറ്റിയിട്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ വേപ്പിൻ്റെ ഇല ഒക്കെ ഒരു പ്രത്യേക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മളുടെ വീട്ടിൽ അത് മേടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം അതിരിക്കും.
അപ്പോൾ അതിന് ഈ പറയണ പോലെ നമ്മളുടെ വീട്ടിലെ വേപ്പാണെങ്കിലോ വേപ്പിൻ്റെ ഇലയാണെങ്കിലോ ഇന്ന് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ നാളെ അത് വാടിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അതാണ് അതിൻ്റെ ഓരോ ദോഷവശങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് മരുന്നുകളും കെമിക്കൽസൊക്കെ അടിച്ചിട്ടാണ് ഇത് ഇവർ നട്ട് വളർത്തുന്നത്. നമുക്ക് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ വേപ്പ് ഒരു ദിവസം പൊട്ടിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അത് വാടിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള വേപ്പിൻ്റെ എല്ലാം നിങ്ങൾ ഇതുപോലെ കടകളിൽ നിന്ന് വാങ്ങാതിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ടെറസിലാണെങ്കിലും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിലും നമുക്കൊരു ചെറിയ വേപ്പ് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് കറികളിൽ ചേർക്കുക എന്നുള്ളത് മാത്രമല്ല, അപ്പോൾ കറികളിൽ ചേർത്തിട്ട് നമ്മൾ കഴിക്കുക എന്നുള്ളത് ആരും ഈ പറഞ്ഞ പോലെ തന്നെ ഇലകളായി നിന്ന് എടുത്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറയണത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളെന്തെങ്കിലും ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് ഈ വേപ്പിൻ്റെ ഇലയ്ക്ക് അതിൽ ഇടുമ്പോൾ ഭക്ഷണം കഴിക്കണ സമയത്ത് ഈ വേപ്പിൻ്റെ ഇല പുറത്താണ്. അപ്പോൾ ഇതിന് ഒരു മാർഗ്ഗം ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ചേരാൻ വേണ്ട ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ചെയ്യണത്. അതിന് ശേഷം നമ്മളിപ്പോൾ പല പ്രാവശ്യത്തിൽ ശ്രദ്ധയിൽ പെട്ടിട്ട് നമ്മളിതിപ്പോൾ ഇവരുടെ അകത്തേക്കാക്കാൻ ഭക്ഷണത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്കാക്കാൻ വേറൊരു രക്ഷ മാത്രമേ കണ്ടുള്ളൂ. അതായത് നമ്മൾ അതുപോലെ തന്നെ ഇഞ്ചി അതായാലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കുട്ടികൾ. അപ്പോൾ ഇഞ്ചിയും വേപ്പിൻ്റെ ഇല ഇതൊക്കെ നമ്മൾ മിക്സിയിൽ ഒന്ന് ചതയ്ക്കുക, എന്നിട്ട് നമ്മൾ കറികളിൽ ചേർക്കുക. അപ്പോൾ നമ്മുടെ അത് അപ്പോൾ പറക്കി കളയാൻ പറ്റില്ലല്ലോ, അത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ചെല്ലും ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ഇതാണ്, വേപ്പിൻ്റെ ഇല കളയരുത്. അത് നമ്മുടെ ഭക്ഷണത്തിന് ഇതേ പറഞ്ഞ പോലെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമൊക്കെ തന്നെ വേണത്. കൊളസ്ട്രോളിനെ കുറയ്ക്കാനുള്ള നല്ല കഴിവ് ഈ കറിവേപ്പിലയ്ക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രമേഹത്തെ ഈ ഒരു പരിധി വരെ നമുക്ക് ഈ കറിവേപ്പിലയുടെ കൊണ്ട് കുറയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പച്ചമോരിൽ കറിവേപ്പില അരച്ച് കഴിച്ചാൽ നമ്മുടെ വയറിനുണ്ടാകുന്ന അജീർണം അതുപോലത്തെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കറിവേപ്പില എണ്ണ കാച്ചുമ്പോൾ അതിൽ ഇട്ടിട്ട് ആക്കി കഴിഞ്ഞാൽ മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അലർജി മാറ്റാനുള്ള കഴിവ്, അപ്പം തന്നെ അങ്ങനെയുള്ള അലർജി മാറ്റാനൊക്കെ ആയിട്ട് നമുക്ക് പച്ചമഞ്ഞൾ ഇതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഉരുട്ടിയിട്ട് നമ്മളത് ഭക്ഷണമല്ല നമ്മൾ അകത്തേക്ക് കഴിക്കുക. അപ്പോൾ ഏറ്റവും നല്ലതാണ് നമ്മളുടെ ഈ അലർജിയൊക്കെ മാറാനായിട്ട്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള വേപ്പിൻ്റെ ഇല നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ രീതിയിൽ നമ്മൾ ചതച്ചിട്ടും അരച്ചിട്ടും ഒക്കെ ആയിട്ട് ഭക്ഷണത്തിൽ ചേർക്കുക. അങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഒരുപാട് ഗുണങ്ങളുള്ള വേപ്പ് നിങ്ങളെല്ലാവരും വെച്ച് പിടിപ്പിക്കണം. അത് നമുക്ക് ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ ഏറ്റവും നല്ലത് അവിടെ വെച്ച് പിടിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമുക്കിനി ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് കാണും വരേക്കും ബൈ.